BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ബഹ്റൈനിൽ നടക്കുന്ന 33ാമത് അറബ് ഉച്ചകോടിയുടെ സ്മരണയ്ക്കായി ബഹ്റൈൻ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ഉച്ചകോടി നടക്കുന്ന സക്കീർ ഫാസലിന്റെ ചിത്രവും അറബ് ഉച്ചകോടിയുടെ ലോഗോയും ചേർത്താണ് സ്റ്റാമ്പ് രൂപകൽപ്പന ചെയ്തത്. ആദ്യമായി ബഹ്റൈനിൽ നടക്കുന്ന അറബ് ഉച്ചകോടിയെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സ്റ്റാമ്പ് ഇറക്കുന്നതെന്ന് ബഹ്റൈൻ പോസ്റ്റൽ വൃത്തങ്ങൾ വ്യക്തമാക്കി. 500 ഫിൽസിന്റെ 10 സ്റ്റാമ്പുകൾ 5 ദിനാറിന് രാജ്യത്തെ മുഴുവൻ പോസ്റ്റ് ഓഫീസുകളിലും ലഭിക്കും. സ്റ്റാമ്പ് ഇറക്കുന്നതിന്റെ ആദ്യ ദിവസം കവറോട് കൂടി 1 ദിനാറായിരിക്കും നൽകുക. ബഹ്റൈനിൽ നടക്കുന്ന 33ാമത് അറബ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന വിവിധ രാഷ്ട്രത്തലവന്മാർക്ക് രാജാവ് ഹമദ് ബിൻ ഈസൽ ഖലീഫ നന്ദി അറിയിച്ചു. അൽ സക്കീർ കൊട്ടാരത്തിൽ നടന്ന ഉച്ചകോടിയിൽ അറബ് ലീഗിൽ അംഗങ്ങളായ 22 രാജ്യങ്ങളുടെ ഭരണാധികാരികളാണ് പങ്കെടുത്തത്. ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള ക്ഷണം സ്വീകരിച്ച അറബ് രാജ്യങ്ങളിലെ നേതാക്കളെയും പ്രതിനിധികളെയും ഹമദ് രാജാവ് അഭിനന്ദിച്ചു. സംയുക്ത അറബ് പ്രവർത്തനം ശക്തിപ്പെടുന്നതിൽ ഉച്ചകോടി കാരണമാവട്ടെ എന്ന് അദ്ദേഹം ആശംസിക്കുകയും ചെയ്തു. പലസ്തീനിൽ 70% വീടുകളും സ്ഥാപനങ്ങളും ഇസ്രായേൽ സേന തകർത്തെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. അറബ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 7 മാസം നീണ്ട വംശഹത്യയിലൂടെ സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരങ്ങളാണ് കൊല്ലപ്പെട്ടത്. പലസ്തീനെതിരെ വീറ്റോ അധികാരം പ്രയോഗിക്കുന്നതിൽ നിന്ന് US-നെ പിന്തിരിപ്പിക്കാനും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കാനും അറബ് ലോകത്തിന്റെ യോജിച്ച പിന്തുണ വേണമെന്നും ഇസ്രായേലുമായുള്ള ബന്ധം അവലോകനം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. UN പൂർണ്ണാംഗത്തിൽ പലസ്തീൻ അനുകൂലമായി വോട്ട് ചെയ്ത എല്ലാ രാജ്യങ്ങൾക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. 5ാമത് ആഗോള സംരംഭകത്വ ഫോറം 2024 ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ് ഉദ്ഘാടനം ചെയ്തു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാധികാരത്തിൽ സംഘടിപ്പിച്ച ഫോറത്തിൽ അറബ് ലീഗ് സെക്രട്ടറി ജനറൽ ഡോക്ടർ അഹമ്മദ് അബ്ദുൽ ഖൈദ്, ഉന്നത ഉദ്യോഗസ്ഥർ, മന്ത്രിമാർ, ക്ഷണിക്കപ്പെട്ടവർ, സംരംഭകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 33ാമത് അറബ് ഉച്ചകോടിയോടനുബന്ധിച്ചായിരുന്നു സംരംഭകത്വ ഫോറം സംഘടിപ്പിച്ചത്. UN ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിലുള്ള ടെക്നോളജി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഓഫീസാണ് ഫോറം സംഘടിപ്പിച്ചത്. ബഹ്റൈൻ ചേംബർ ഓഫ് കൊമേഴ്സ്, അറബ് ലീഗൽ ജനറൽ സെക്രട്ടേറിയറ്റ് കൗൺസിൽ, അറബ് ചേംബർ യൂണിയൻ, ആഫ്രിക്കയിലെ അറബ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ബാങ്ക്, ഇസ്ലാമിക് സോളിഡാരിറ്റി ഫണ്ട് ഫോർ ഡെവലപ്മെന്റ് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ഫോറം. 2050 ലോകം എന്ന വിഷയത്തിൽ ചർച്ചകളും നടന്നു. ബഹ്റൈൻ ഇക്കണോമിക് വിഷൻ 2030 ലക്ഷ്യം നേടുന്നതിന് ബഹ്റൈൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ധനകാര്യമന്ത്രി വിശദീകരിച്ചു. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി സേവനങ്ങൾ ഇലക്ട്രോണിക് വൽക്കരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വേഗം കൈവരിച്ചതായും അദ്ദേഹം അവകാശപ്പെട്ടു. ഫോറത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച എക്സ്പോയും ധനകാര്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംരംഭകത്വ മേഖലയിൽ മികവ് തെളിയിച്ച ഡോക്ടർ ഷെയ്ഖ് മൈമിൻ സുൽമാൻ അൽ ഉദൈബി, സഫിയ അലി ഖാനു, മികച്ച ഡിസൈനറായ അമ്മാർ ബഷീർ എന്നിവരെ ആദരിക്കുകയും ചെയ്തു. ഇന്ത്യക്ക് പുറത്തെ ആദ്യത്തെ കോൺഗ്രസ് യുവജന കൂട്ടായ്മയായ IYCC ബഹ്റൈൻ ഏരിയ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ വെള്ളിയാഴ്ച ആരംഭിച്ചു. IYCC ബഹ്റൈനിൽ 9 ഏരിയകളാണുള്ളത്. കൺവെൻഷൻ നടക്കുന്ന കാലയളവിൽ അംഗത്വം എടുക്കാനുള്ള ക്രമീകരണവുമുണ്ട്. വർഷം തോറും കൺവെൻഷനുകൾ നടത്തി ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന രീതിയാണ് കഴിഞ്ഞ 11 വർഷമായി സംഘടന പിന്തുടരുന്നത്. ഏരിയയിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ചേർന്ന് സംഘടനയുടെ ദേശീയ നേതൃത്വത്തെ തെരഞ്ഞെടുക്കും. സാമൂഹിക നന്മയ്ക്ക് സമർപ്പിത യുവത്വം എന്ന ആപ്തവാക്യം മുൻനിർത്തിയാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ. നിലവിലെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവർ മുഖ്യ വരണാധികാരികളും മുൻ ദേശീയ പ്രസിഡന്റുമാർ സഹവരണാധികാരികളുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ഏരിയ കൺവെൻഷനും തെരഞ്ഞെടുപ്പും നിയന്ത്രിക്കുക എന്ന് പ്രസിഡന്റ് ഫാസിൽ വട്ടോളി, ജനറൽ സെക്രട്ടറി അലൻ ഐസക്, ട്രഷറർ നിതീഷ് ചന്ദ്രൻ എന്നിവർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫാസിൽ വട്ടോളി 3809195150 എന്ന നമ്പറിലോ അലൻ ഐസക് 33059692 എന്ന നമ്പറിലോ നിതീഷ് ചന്ദ്രൻ 66988833 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ റിഫ ഏരിയ വനിതാ വിഭാഗം ഈസ്റ്റർ, വിഷു, ഈദ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഈവ് 2024 എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചു. 3 ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും കഥകളും പ്രമേയമാക്കി സംഘടിപ്പിച്ച പരിപാടി ഏറെ ശ്രദ്ധേയമായി. എല്ലാ മതങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാനാശയം മനുഷ്യരുടെ പരസ്പരമുള്ള സ്നേഹവും സാഹോദര്യവുമാണെന്ന് ഏരിയ ഓർഗനൈസേഷൻ ബുഷ്ര റഹീം പറഞ്ഞു. ഇതിനെ കോട്ടം തട്ടാതെ നോക്കേണ്ടത് ജാതിമത ഭേദമന്യേ നാം ഓരോരുത്തരുടെയും കടമയാണ്. ഇത്തരം കൂട്ടായ്മകളും സൗഹൃദ സംഗമങ്ങളും മനുഷ്യർക്കിടയിൽ പശ്ചിമയുള്ള ബന്ധങ്ങൾ ഉണ്ടാവാൻ സഹായകരമാണെന്നും അവർ കൂട്ടിച്ചേർത്ത. പരിപാടിയിൽ ബിന്ദു സതീഷ്, രേഷ്മ രംഗനാഥൻ എന്നിവർ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവച്ചു. ഷാനി സക്കീർ, റമീന ഖമറുദ്ദീൻ, ഷബ്ന ഹാരിസ് എന്നിവർ കഥകൾ അവതരിപ്പിച്ചു. ഫരീദ നസീം, ഷിഫ സാബിർ, ഷൈമില നൌഫൽ,
അൻസിയ ഉബൈസ്, ലുലു അബ്ദുൽ ഹക്ക്, വസീല മുസ്തഫ, മുബീന സുൽത്താൻ, ഷഹന റിയാസ്, നസീല ഷഫീഖ്, സജ്ന ഷിബു, റസീന ഷഫീഖ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. നാസ്നിൻ അൽത്താഫ് ക്യൂസ് അവതരിപ്പിച്ചു. ദിയ നസീം, തമന്ന നസീം എന്നിവരുടെ പ്രാർത്ഥനാ ഗീതത്തോടെ ആരംഭിച്ച പരിപാടി സോന സക്കറിയ നിയന്ത്രിച്ചു. സൗദ റഫീഖ്, ഫാത്തിമ സലിഹ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടിയ കർഷകൻ വീട്ടിൽ തൂങ്ങി മരിച്ചു. പയ്യാവൂർ ചന്ദനക്കാമ്പാറ ഷിമോഗ കോളനിയിലെ മഞ്ഞക്കുഴിയിൽ എം വി ബാബു ആണ് ജീവനൊടുക്കിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി പ്രദേശത്ത് കാട്ടാനശല്യമുണ്ട്. ബാബുവിന്റെ വാഴയുൾപ്പെടെയുള്ള കാർഷിക വിളകൾ കാട്ടാന നശിപ്പിച്ചിരുന്നു. ഇതിനെതിരെ പലതവണ പഞ്ചായത്തിൽ ഉൾപ്പെടെ ബാബു പരാതി നൽകിയിരുന്നു. എന്നിട്ടും നടപടി ഉണ്ടാക്കാത്തതിനെ തുടർന്ന് ജീവനൊടുക്കുമെന്ന ഭീഷണി മുഴക്കി. പഞ്ചായത്ത് അധികൃതരുടെ നിരുത്തരവാദ സമീപനത്തിൽ പ്രതിഷേധിച്ച് താനും അമ്മയും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ജീവനൊടുക്കുമെന്നും ബാബു പറഞ്ഞിരുന്നു. വ്യാഴാഴ്ച രാത്രി മാതാവ് ഭാർഗവി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഭാര്യയും മക്കളും മറ്റൊരു വീട്ടിലായിരുന്നു. രാത്രിയാണ് ജീവനൊടുക്കിയതെന്നും കരുതുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് ബാബു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിതാവ് പരേതനായ വേലായുധൻ, ഭാര്യ ഗീത, മക്കൾ ജിതിൻ ബാബു, വിഷ്ണു ബാബു. വിദേശ സന്ദർശനം കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചെത്തി. ശനിയാഴ്ച പുലർച്ചെ 3:15 തിരുവനന്തപുരത്ത് എത്തിയത്. യാത്ര വെട്ടിച്ചുരുക്കിയതിനാൽ മുൻകൂട്ടി അറിയിച്ചതിലും നേരത്തെയാണ് മടക്കം. 21 മടങ്ങുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. മടക്കയാത്രയിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഭാര്യ കമലയും മകൾ വീണയുടെ മകനുമാണ് ഉണ്ടായിരുന്നത്. വീണയും റിയാസും നാളെ തിരിച്ചെത്തും. സാധാരണ വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ DGP അടക്കം വിമാനത്താവളത്തിലെത്താറുണ്ട്. എന്നാൽ ഇന്ന് പുലർച്ചെ വിമാനത്താവളത്തിൽ ആരും എത്തിയിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള പോലീസുകാർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഭാര്യ കമലയും മകൾ വീണയും ഭർത്താവും മന്ത്രിയുമായ PM മുഹമ്മദ് റിയാസും മകൻ വിവേകും ചെറുമകനും വിദേശയാത്രയിലൊപ്പമുണ്ടായിരുന്നു. സ്വകാര്യ സന്ദർശനമായിരുന്നു മുഖ്യമന്ത്രിയുടേത്. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിച്ചത്. മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയപ്പോൾ പകരം ചുമതല ആർക്കും നൽകിയിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയതിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരായ വഞ്ചനാ കേസിലെ തുടർ നടപടികൾക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. നിർമ്മാണ കമ്പനിയായ പറവ ഫിലിംസ് പാർട്ണറും കേസിലെ 3ാം പ്രതിയുമായ ബാബു ഷഹർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബിജു എബ്രഹാം തുടർ നടപടികൾ 1 മാസത്തേക്ക് സ്റ്റേ ചെയ്ത് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. സിനിമയ്ക്ക് 7 കോടി രൂപ നിക്ഷേപിച്ച തനിക്ക് ലാഭവിഹിതം നൽകില്ലെന്നാരോപിച്ച് അരൂർ സ്വദേശി സിറാജ് വലിയതുറ നൽകിയ പരാതിയിലാണ് മരട് പോലീസ് കേസെടുത്തത്. ബാബു ഷാഹറിന്റെ മകനും നടനുമായ സൗബിൻ ഷാഹിർ, നിർമ്മാണ പങ്കാളി ഷോൺ ആന്റണി എന്നിവരും പ്രതികളാണ്. ഇവരുടെ അറസ്റ്റ് ഹൈക്കോടതി നേരത്തെ താൽക്കാലികമായി വിലക്കിയിരുന്നു. സംസ്ഥാനത്ത് ചൂട് നേരിടാൻ പുതിയ കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അടുത്ത വർഷം മുതൽ സർക്കാർ ആശുപത്രികളിൽ, ഹീറ്റ് ക്ലിനിക്കുകളും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ചൂടുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രാഥമിക ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി ഹസാർഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് പറഞ്ഞു. കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയും അസർ സംഘടനയും സംഘടിപ്പിച്ച മാധ്യമ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കൊപ്പം ഭൂമിയുടെ ഉപയോഗത്തിലുണ്ടാകുന്ന മാറ്റവും നഗരവൽക്കരണവും കേരളത്തെ താപത്തുരുത്താക്കി മാറ്റിയെന്ന് കുസാറ്റ് അഡ്വാൻസ്ഡ് സെന്റർ ഫോർ അറ്റ്മോസ്ഫറിക് റഡാർ ഡയറക്ടർ ഡോക്ടർ S. അഭിലാഷ് അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ചൂടുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 1441 പേർ ചികിത്സ തേടിയതായും കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യാരോഗ്യവും സംബന്ധിച്ച ദേശീയ ദൗത്യം പദ്ധതി നോഡൽ ഓഫീസർ ഡോക്ടർ MS മനു പറഞ്ഞു. കൂടുതൽ പേർ ചികിത്സ തേടിയത് പാലക്കാടാണ്, 530. മസ്കർ ഹോട്ടലിൽ നടന്ന പരിപാടി NRDS ഹെൽത്ത് കൺസൾട്ടന്റ് ഡോക്ടർ അഭിയൻ തിവാരി മുഖ്യ അതിഥിയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 4 വയസ്സുകാരിക്ക് വിരലിന് പകരം നാവിന് ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി മെഡിക്കൽ ബോർഡ് രൂപവൽക്കരിക്കാൻ ജില്ലാ പോലീസ് മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകി. മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ചികിത്സാരേഖകൾ വിട്ടുകിട്ടുന്നതിനുള്ള നടപടികളും ആരംഭിച്ചതായി ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ KG സുരേഷ് അറിയിച്ചു. വ്യാഴാഴ്ചയാണ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ചെറുവണ്ണൂർ സ്വദേശിയായ ബാലികയുടെ ഇടത് കൈയിലെ 6ാം വിരലിന് പകരം നാവിന് ശസ്ത്രക്രിയ ചെയ്തത്. കേസിൽ മാതാപിതാക്കളും കൂട്ടിരിപ്പുകാരുമായ 5 പേരിൽ നിന്ന് മെഡിക്കൽ കോളേജ് പോലീസ് മൊഴിയെടുത്തു. സമാന പേരുള്ള മറ്റൊരു കുട്ടി നാവിന് ശസ്ത്രക്രിയയ്ക്ക് എത്തിയിരുന്നു എന്നും ഡോക്ടറോട് കുട്ടി മാറിപ്പോയതാണെന്നും സംഭവം നടന്ന ഉടൻ തന്നെ ആശുപത്രി അധികൃതർ പറഞ്ഞതായി കുട്ടിയുടെ പിതാവ് പോലീസിന് മൊഴി നൽകി. ശസ്ത്രക്രിയ പിഴവ് സംഭവിച്ചെന്ന പരാതിയിൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസൺ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ആശുപത്രി അധികൃതർ നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ചികിത്സാ പിഴവിന് ഡോക്ടർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് അബദ്ധം സംഭവിച്ചെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറി. വിശദമായ അന്വേഷണത്തിന് സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തിയതായും പ്രിൻസിപ്പൽ ഡോക്ടർ N. അശോകൻ അറിയിച്ചു. കുറ്റക്കാരനായ ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുട്ടിയുടെ മാതാപിതാക്കൾ ആശുപത്രി സൂപ്രണ്ടിനും പോലീസിനും പരാതി നൽകി.
വ്യാഴാഴ്ച രാവിലെയാണ് പെൺകുട്ടിയെ പീഡിയാട്രിക് മൈനർ തിയേറ്ററിൽ പ്രവേശിപ്പിച്ചത്. നാവിന് ശസ്ത്രക്രിയ ചെയ്ത നിലയിലായിരുന്നു കുട്ടി തിയേറ്ററിൽ നിന്ന് പുറത്തെത്തിയത്. പിന്നീട് ബന്ധുക്കൾ പറഞ്ഞപ്പോഴാണ് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർക്ക് മനസ്സിലായത്. പിന്നീട് കുട്ടിയെ വീണ്ടും തിയേറ്ററിൽ കയറ്റി കയ്യിൽ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.